ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഡിന്നറിനും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ബൗളിലൊരു 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് മറ്റൊരു ബൗളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബൗളിൽ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് പകുതിയോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു വെള്ളം മതിയാവും. റവ നന്നായിട്ട് ഒന്ന് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് റവ എടുത്ത ആ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ബാക്കിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ വെള്ളം മുഴുവനായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. കുരുവൊന്നുമില്ലാതെ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയൊരു സവാളൻ്റെ ഒരു പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് തേങ്ങ ചിരകിയതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടിട്ട്. ഒരു 1/4 ടീസ്പൂൺ വേണ്ട, ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ റവയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും അതിലൊന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നന്നായി കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ കുഴച്ച് വെച്ചിട്ടുള്ള ഒരു ബാറ്ററി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കട്ടോ. അപ്പോൾ 1-2 സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുത്താലും മതിയാവും. ഇതുപോലൊന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ചുമല്ല, എന്നാൽ കൂടുതൽ കട്ടിയിലുമല്ല ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അതിന് ശേഷം അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ടെടുത്തതിന് ശേഷം പിന്നെ അടിഭാഗം ഇതുപോലൊന്ന് നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് സൈഡിൽ കൂടെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അടിഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും.
നമുക്കിതൊന്ന് നോക്കാം. ഇതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ അല്ലാതെയും നമുക്കിതാ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു 2 സ്പൂണ് ഇട്ടെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മേൽഭാഗത്ത് തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഓയിലൊന്നിങ്ങനെ ഇറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഇങ്ങനെ ചെയ്താലും മതി. വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ആയാലും അല്ലെങ്കിൽ രാത്രികൾക്കൊക്കെ നമുക്ക് ഭക്ഷണത്തിന് പകരം ഇത് കഴിച്ചാലും മതി. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്.